നമ്മൾ ഉപയോഗിക്കുന്ന നമ്മളുടെ സ്മാർട്ട് ഫോൺ ഒരു ദിവസം മോഷ്ടിക്കപ്പെട്ടാൽ, നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ എന്ത് ചെയ്യും? നിങ്ങളുടെ കൂടെയുള്ളത് കീറൂസ് ആണ്. നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കൂട്ടുകാർ ആദ്യമായിട്ടാണ് നമ്മളുടെ വീഡിയോകൾ കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മളെല്ലാവരും നമ്മുടെ പേഴ്സണൽ ഡാറ്റകൾ നമ്മുടെ മൊബൈൽ ഫോണുകളിൽ സൂക്ഷിച്ചു വെക്കാറാണ്. ഫോട്ടോ, വീഡിയോ, മറ്റ് ഡോക്യുമെൻറ്റ്സ് എന്തുമായിക്കോട്ടെ. ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ മൊബൈൽ ഫോൺ മോഷ്ടിക്കപ്പെട്ടാൽ, നമ്മുടെ മൊബൈൽ ഫോൺ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ അതിൻ്റെ ഉള്ളിലുള്ള ആ ഡാറ്റകളെ കുറിച്ചാവും ഒരു പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ പേര്. നമ്മുടെ ജീവിതത്തിനെ പ്രതികൂലമായി ബാധിക്കുന്ന ചില ഡാറ്റകൾ ഒരു പക്ഷേ അതിലുണ്ടാകും. അതുമല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ഫോട്ടോ, സ്വകാര്യ ചിത്രങ്ങൾ, മറ്റ് ഡോക്യുമെൻറ്റ്സ്. നമ്മുടെ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെ ഡാറ്റകൾ മറ്റാർക്കെങ്കിലും കിട്ടുന്നതിന് മുന്നേ എങ്ങനെയാണ് ആ ഒരു മൊബൈൽ ഫോണിൽ നിന്ന് എന്നേക്കുമായിട്ട് നശിപ്പിക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. ആ ഒരു മൊബൈൽ ഫോൺ ആരെങ്കിലും അതിക്രമിച്ച് തുറക്കാൻ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിലെ സിമ്മ് ബ്ലോക്കായിട്ടുണ്ടെങ്കിൽ, അതായത് സിമ്മ് നമ്മളിവിടെ ബ്ലോക്ക് ചെയ്ത ഉടൻ തന്നെ അതിൻ്റെ ഡാറ്റ ഓട്ടോമാറ്റിക്കലി എറേസ് ആകും. അതിൽ നമ്മുടെ ആ ഒരു മൊബൈൽ ഫോണിൽ പുതിയതായി ഒരു സിമ്മ് ആരെങ്കിലും ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലുള്ള ഡാറ്റ തിരിച്ചെടുക്കാൻ കഴിയാത്ത വിധം എന്നേക്കുമായിട്ട് ഡിലീറ്റ് ആകും. അങ്ങനെ ഒട്ടനവധി പ്രത്യേകതകളുള്ള ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ് ഇന്ന് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇത്രയൊക്കെ കേട്ടിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ കൂട്ടുകാർക്ക് ഉപയോഗിക്കണമെന്നൊരു ആഗ്രഹം തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ വീടിൻ്റെ താഴെ അതിൻ്റെ ഡൗൺലോഡ് ലിങ്ക് വെച്ചിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂട്ടുകാർക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നതാണ്. താഴെയുള്ള ലിങ്കിൽ നിന്ന് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കൂട്ടുകാർ നേരിടുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് പോലെ ചെയ്താൽ മാത്രം മതി. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ കൂട്ടുകാർ ചെയ്യേണ്ടത്, കൂട്ടുകാരുടെ മൊബൈൽ ഫോണിലുള്ള ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യാം. എല്ലാ കൂട്ടുകാരുടെ മൊബൈൽ ഫോണിലും ക്രോം എന്ന് പറയുന്ന ഒരു ബ്രൗസർ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ആ ക്രോം ബ്രൗസർ ഇവിടെ എടുക്കാം, അല്ലെങ്കിൽ ഏത് ബ്രൗസർ ആയാലും പ്രശ്നമില്ല. അതിനുശേഷം കൂട്ടുകാർക്ക് മുകളിൽ ഒരു സെർച്ച് ബാർ കാണാൻ കഴിയും. ഇവിടെ നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൻ്റെ പേരടിച്ചു കൊടുക്കാം, www.keerus.in. ഇങ്ങനെ ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് സെർച്ച് കൊടുക്കാം. സെർച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് ഇതുപോലെ നമ്മുടെ വെബ്സൈറ്റ് കിട്ടും. അപ്പോൾ കൂട്ടുകാർ ഏത് ആപ്ലിക്കേഷനാണോ നോക്കുന്നത് അതിൻ്റെ എല്ലാ പോസ്റ്റുകളും ഇതുപോലെ ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ ഏത് ആപ്ലിക്കേഷനാണോ വേണ്ടത് അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് ഇതുപോലെ ആ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് മലയാളത്തിലുള്ളൊരു വിവരണം കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ അതിന് താഴെയായിട്ട് ഡൗൺലോഡ് ലിങ്കും അവിടെ കാണാൻ കഴിയുന്നതാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ കൂട്ടുകാർക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് ആണ് കാണാൻ കഴിയുക. മുകളിൽ 3 ഓപ്ഷൻസുകളാണ് കാണാൻ കഴിയുക: ആക്ടിവേഷൻ, സെറ്റിംഗ്സ്, ടെസ്റ്റ്. സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാംഗ്വേജ് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ താഴെ ഒരു പാസ്വേഡ് കാണാൻ കഴിയും. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ആപ്ലിക്കേഷന് വേണ്ടി ഒരു പുതിയ പാസ്വേഡ് നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കൂട്ടുകാർക്ക് താഴെ ട്രിഗേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ കഴിയും. അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് ദ അലൗഡ് സിം കാർഡ്സ് എന്ന് കാണാൻ കഴിയും. ഇവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം ആഡ് കറണ്ട് സിം എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ കൂട്ടുകാരുടെ സിമ്മിൻ്റെ IMEI ഡീറ്റെയിൽസ് കാണാൻ കഴിയും. ഏത് സിമ്മാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ആ സിം ഇവിടെ ആഡ് കറണ്ട് സിം എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഓക്കെ കൊടുക്കാം. അതിന് താഴെയായി സിം കാർഡ് റിമൂവൽ, ബ്ലോക്ക് സിം കാർഡ്, സിം കാർഡ് റീപ്ലേസ്മെൻറ്റ് 3 ഓപ്ഷൻസുകൾ കൂട്ടുകാർ കാണാൻ കഴിയും. സിം കാർഡ് റിമൂവൽ, നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് ഈ ഒരു സിം കാർഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മൊബൈൽ ഫോണിലെ ഡാറ്റ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആകും ഈ ഒരു ഓപ്ഷൻ എനാബിൾ ചെയ്ത് കഴിഞ്ഞാൽ. ബ്ലോക്ക്ഡ് സിം കാർഡ്, നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് അഥവാ നമ്മുടെ സിം കാർഡ് ബ്ലോക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മളുടെ സിം കാർഡിന് PUK സെക്യൂരിറ്റി എന്ന് പറയുന്നൊരു സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ട്. ആ ഒരു പാസ്വേഡ് റോങ് ആയി 3 പ്രാവശ്യം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിം കാർഡ് ബ്ലോക്ക് ആവും. ആ ഒരു സെറ്റപ്പിലോട്ട് നമുക്ക് ഈ ഒരു ഓപ്ഷൻ ആഡ് ചെയ്യാം. അതായത് നമ്മുടെ സിം കാർഡ് ബ്ലോക്ക് ആയി കഴിഞ്ഞാലും നമ്മുടെ ഈ ഒരു മൊബൈൽ ഫോണിലുള്ള ഡാറ്റ ടോട്ടലി റിമൂവ് ആവും. സിം കാർഡ് റീപ്ലേസ്മെൻറ്റ്, അഥവാ നമ്മുടെ മൊബൈൽ ഫോണിൽ വേറൊരു സിം കാർഡ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഡാറ്റ റിമൂവ് ആവും. അതിൻ്റെ എല്ലാം മുന്നേ നമ്മളോട് ഒരു പാസ്വേഡ് ചോദിക്കും. ആ പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞിട്ടില്ലെങ്കിൽ മാത്രമാണ് ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കുക. നമ്മുടെ പാസ്വേഡ് എന്ന് പറയുന്നത് 1840 ആണ്. ഇനി അതിൻ്റെ ആക്ഷൻസ് ആണ്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മുടെ മൊബൈൽ ഫോണിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഈ ഒരു ആക്ഷന് നേരെയായിട്ട് ഇവിടെ
കാണാം, അവിടെ ക്ലിക്ക് ചെയ്യാം. ഡിലേ ബിഫോർ സ്റ്റാർട്ടിങ് ആക്ഷൻ, എത്ര സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ആക്ഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നാണ്. അത് നിങ്ങൾക്ക് ഇവിടെ മാറ്റി കൊടുക്കാം, 40, 60 എത്ര വേണമെങ്കിലോ അങ്ങനെ ആക്കി കൊടുക്കാം. ഇവിടെ ക്യാൻസൽ ആഫ്റ്റർ സ്ക്രീൻ അൺലോക്ക്, നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീൻ അൺലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് റിമൂവ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യാൻ നമുക്ക് ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യാം. ഓക്കെ കൊടുക്കാം. ഇനി നമുക്ക് എന്താണ് സംഭവിക്കേണ്ടത് എന്നാണ്. ഈ ഒരു അറ്റംപ്റ്റ് നമ്മുടെ മൊബൈൽ ഫോണിൽ നടക്കുമ്പോൾ നമ്മുടെ ഫോണിലത്തെ ഡാറ്റ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യാം. അതിൻ്റെ തൊട്ടപ്പുറത്തൊരു സെറ്റിങ്സ് ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി SD കാർഡും കൂടി, അതായത് നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള മെമ്മറി കാർഡും കൂടി ഫോർമാറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാൻ കഴിയുന്നതാണ്. നമുക്ക് ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യാം. ഒരു ആക്ടിവേറ്റ് കൊടുക്കണം ഈ ഒരു ആപ്ലിക്കേഷൻ എനേബിൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട്. ഇനി നമ്മുടെ സിം കാർഡിലുള്ള കോൺടാക്റ്റും കൂടി ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഇവിടെ എനേബിൾ ചെയ്ത് കൊടുക്കാം. വരുന്ന കൺഫർമേഷൻ ഒന്ന് അലോ ചെയ്യണം. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ആക്ടിവേഷൻ എന്ന് കാണാൻ കഴിയും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് എനേബിൾ ചെയ്തിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. നിങ്ങൾക്കിത് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനേബിൾ ടെസ്റ്റ് മോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഓപ്ഷൻ ഇപ്പോൾ ഡിസേബിൾ ആണ്. നമുക്കിത് എനേബിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യാം, നമ്മുടെ ഡാറ്റ റിമൂവ് ആവില്ല. അപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിവിടെ ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി മുതൽ നമ്മുടെ മൊബൈൽ ഫോണിൽ ഈ ഒരു കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിലുള്ള ഡാറ്റ എല്ലാം ഓട്ടോമാറ്റിക്കലി റിമൂവ് ആവും. ഇതിന് മുന്നേ ഒരു SMS സംവിധാനം കൂടി ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. അതായത് SMS അയച്ചിട്ട് നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിലുള്ള ഡാറ്റ റിമൂവ് ചെയ്യുന്ന രീതി. പക്ഷേ ഗൂഗിളിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് പ്രകാരം ആ ഒരു SMS ഫീച്ചർ ഇപ്പോൾ എടുത്തു കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ മൊബൈൽ ഫോൺ ആരെങ്കിലുമൊക്കെ എങ്ങനെയെങ്കിലും നമ്മളുടെ മെയിൻ സെക്യൂരിറ്റി അൺലോക്ക് ചെയ്തു എന്ന് വിചാരിക്കാം. അതായത് നമ്മുടെ സ്ക്രീൻ ലോക്ക് അല്ലെങ്കിൽ നമ്മുടെ പാസ്വേഡ്, ഉടൻ തന്നെ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീന് ഇതുപോലെ വന്ന് നിൽക്കും. നമ്മൾ എത്ര സമയമാണോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ആ സമയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഒരു പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിലുള്ള എല്ലാ ഡാറ്റയും ഈ ഒരു ആപ്ലിക്കേഷൻ റിമൂവ് ചെയ്ത് കളയും. അപ്പോൾ നമ്മുടെ പാസ്വേഡ് എന്തായിരുന്നോ ആ പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ബട്ടൺ കാണാം, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഓഫ് ചെയ്താൽ മാത്രമാണ് നമ്മുടെ മൊബൈൽ ഫോണിലുള്ള ആ ഒരു പ്രോസസ്സ്, അതായത് നമ്മുടെ മൊബൈൽ ഫോൺ പൂർണ്ണമായിട്ടും ഡിലീറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് ഈ ഒരു ആപ്ലിക്കേഷൻ നിർത്തി വയ്ക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മൊബൈൽ ഫോൺ അഥവാ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാലും അതിലുള്ള ഡാറ്റകൾ മറ്റാരും എടുക്കും എന്നുള്ള ഒരു പേടിയേ വേണ്ട ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇന്ന് പങ്കുവെച്ച ഈ ഒരു അറിവ് കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വീഡിയോകൾ ദിവസേന കൂട്ടുകാർക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ യൂട്യൂബ് ചാനലാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പമുള്ള ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ആ ഓപ്ഷൻ ഒന്ന് എനാബിൾ ആക്കി വെക്കുക. ഇനി ഫേസ്ബുക്കിൽ നമ്മുടെ വീഡിയോകൾ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ആക്റ്റീവ് പേജാണ്, ഒന്ന് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. നമ്മൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ കൂട്ടുകാരുടെ മൊബൈൽ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നത്. വീഡിയോ കണ്ട കൂട്ടുകാർക്കെല്ലാം ഒരിക്കൽ കൂടി നന്ദി. ഇന്നത്തേക്കുള്ള സൈനിങ് ഔട്ട്.